എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ്. താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണിത്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ വീഡിയോ കൂടി എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി. ചിലർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളിത് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും ഇൻഗ്രീഡിയൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് റിസൾട്ട് പറയണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാനിന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് കേട്ടോ പറയുന്നത്. ഒരു 6 ചെമ്പരത്തിപ്പൂ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ദിവസമൊക്കെ ചെമ്പരത്തിപ്പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് താഴെ വീണ് എടുക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കയ്യോന്നിയില്ലേ, കയ്യോന്നി എന്നാണ് നമ്മളൊക്കെ ഇതിനെ പറയുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ, മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഇല. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 2-3 മണിക്കൂർ കുതിർത്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തുളസിയുടെ ഇല. പിന്നെ അടുത്തതായിട്ട് ഉണക്ക നെല്ലിക്ക. ഞാൻ തന്നെ നെല്ലിക്ക എടുത്തിട്ട് അരിഞ്ഞ് ഉണക്കിയെടുത്തതാണ്. നിങ്ങളതുപോലെ നെല്ലിക്ക അധികമൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കൊച്ചുള്ളി വേണം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം, ഒരു പിടിയൊക്കെ മതി. പിന്നെ ഒരു തണ്ട് കറ്റാർവാഴ വേണം, പിന്നെ ഒരു 5-8 ഉണങ്ങിയിട്ടുള്ള കുരുമുളകും. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത്. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഇലകളൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളിയും ചെമ്പരത്തിപ്പൂവും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. കൊള്ളുന്നത് ഫുള്ള് ഇട്ടോളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കറ്റാർവാഴയും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ടാണ് ഇതിലിടുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കറ്റാർവാഴ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മിക്സിയിൽ തന്നെ ഇട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. കറ്റാർവാഴ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ. അപ്പോൾ എന്തായാലും കറ്റാർവാഴ നിങ്ങൾ ഉൾപ്പെടുത്താൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കറ്റാർവാഴ ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വലിയ തണ്ടില്ലേ, അത് കുറച്ച് നേരം ചുവരിൽ അങ്ങനെ ഒന്ന് ചാരി വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളർ ഫ്ലൂയിഡ് ഇങ്ങനെ വരും. അത് കളഞ്ഞിട്ട് വേണം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അലർജിക്കൊക്കെ കാരണമാവും. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകില്ലേ, നീർക്കെട്ടൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഈ കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 8-10 എണ്ണം മതി. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ തയ്ക്കുമ്പോൾ നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. തണവുള്ള സംഭവങ്ങളല്ലേ ഫുള്ള് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു പഴയ ചീനച്ചട്ടിയിലേക്കാണ്. എണ്ണയൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. ഭയങ്കര കനാണ് ഈ ചീനച്ചട്ടിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക റിസൾട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്ററാണ് എടുക്കുന്നത്. അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിന് മൈലാഞ്ചിയുടെ ഇലയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാവാനൊക്കെ മൈലാഞ്ചിയുടെ ഇല ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണ ഇനി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തിള വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫുൾ എണ്ണ നമ്മൾ കാച്ചിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മളൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെച്ചിട്ട് എങ്ങോട്ട് പോവുകയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ അങ്ങോട്ട് തിളച്ചൊക്കെ പൊന്തി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വളരെ നല്ലൊരു എണ്ണയാണിത്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, സൈഡ് ഇഫക്റ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തൊക്കെ ചേർക്കുന്നുണ്ടാവുക, ഈ ചേരുവകളൊക്കെ അതിൽ ചേർക്കുന്നുണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വിശ്വാസത്തിൽ ചെയ്യാമല്ലോ. ഇതിപ്പോൾ നമുക്ക്
നമുക്ക് കറിവേപ്പില ആയാലും ചെറിയ ഉള്ളിയൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ ഉലുവയാണെങ്കിൽ താരം പോകാനൊക്കെ വളരെ എഫക്റ്റീവാണ്, നല്ല തണുപ്പാണ്. അതുപോലെ കറ്റാർവാഴയെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് മുടി വളരും കറ്റാർവാഴ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 45 മിനിറ്റൊക്കെ എന്തായാലും പിടിക്കും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നമ്മളാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പതയൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ ആ ഒരു ചേരുവകളൊക്കെ ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരും. അതുവരെ ക്ഷമയോട് കൂടിയിട്ട് തന്നെ കാത്തിരിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആയാലും നമുക്ക് ഇത് ചായച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ തണവല്ലേ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് വല്ല തൊണ്ടവേനയോ ഇൻഫെക്ഷൻസൊക്കെ എന്തെങ്കിലും വന്നാലോ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം തേക്കാൻ. കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് തേപ്പിച്ചിട്ട് കുളിപ്പിച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം കൂട്ടി കൊണ്ടുവരിക. അവർക്കൊരു ശീലം വരണം ഇതൊക്കെ തേച്ചിട്ട്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് സമയമൊക്കെ തലയിൽ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ നീർക്കെട്ടൊക്കെ വരും. അതൊക്കെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഇത് ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇതിലിരുന്നിട്ട് തന്നെ ആവും. നമ്മൾ മാക്സിമം ഇങ്ങനത്തെ എണ്ണയൊക്കെ കാച്ചുമ്പോൾ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ അംശം കൂടി ആ ഒരു എണ്ണയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഫലം കിട്ടില്ല. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൺപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലായാലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദേ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. എന്നിട്ടൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു വിരലിൻ്റെ അറ്റം വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക റൗണ്ടിൽ. എന്നിട്ടൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കഴുകി കളയുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ഒരു എണ്ണ തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നല്ല തണവാണ് ഈ എണ്ണ. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം ആദ്യം തലയിൽ വെച്ചിട്ട് നോക്കുക. എന്നിട്ട് അങ്ങനെ ശീലത്തിലേക്ക് കൊണ്ടുവരിക. ആദ്യം തന്നെ ഒരുപാട് നേരം ആരും ചെയ്യേണ്ട കേട്ടോ. എന്തായാലും നല്ല റിസൾട്ടുള്ള ഒരു എണ്ണയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കുക. വെറുതെ പൈസയൊക്കെ കൊടുത്തിട്ട് ഓരോ എണ്ണകളൊക്കെ വാങ്ങി തേക്കുന്നതിനേക്കാൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണതാണ് നല്ലത്. അവർ ഈ പറയുന്ന പോലെയൊന്നും എല്ലാം ചേർക്കുന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെറുതെ പൈസ പോയത് മെച്ചാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.